നമ്മളിന്ന് പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് ആണ്. ജി എസ് ടിയിലുള്ള ടൈപ്സ് ഓഫ് ലെഡ്ജേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ, 2 ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ, 3 ഇലക്ട്രോണിക് ലിയബിലിറ്റി ലെഡ്ജർ. പ്രധാനമായിട്ടും 3 ലെഡ്ജേഴ്സാണ് ജി എസ് ടിയിൽ ഉള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സിലബസ് പ്രകാരം ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറും അതേപോലെ തന്നെ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറുമാണ്. എന്താണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് an electronic form of passbook for GST. These e-ledgers are available to all GST registrants on the GST പോർട്ടൽ. അതായത് ഇത് ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു പാസ്ബുക്കാണ് ജി എസ് ടിയിലുള്ളത്. ഇതിനെ ഇ ലെഡ്ജർ എന്ന് പറയും. ഇത് എല്ലാ ജി എസ് ടി രജിസ്റ്റേർഡ് പേഴ്സൺസിനും ജി എസ് ടി പോർട്ടലിൽ പോയി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണെന്ത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 240 ഇതിനെക്കുറിച്ച് പറയുന്നത്. അതേപോലെ ഈ ഫോം ഏതാണെന്ന് ചോദിച്ചാൽ ഫോം GST PMT 3 നമുക്ക് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സെക്ഷൻ 240 എന്താണ് പറയുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 240 പ്രകാരം പറയുന്നത് ഇത് ഒരു ക്യാഷ് ലെഡ്ജർ ഇൻ ഇലക്ട്രോണിക് ഫോമിലുള്ള ഒരു ക്യാഷ് ലെഡ്ജർ ആണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ മെയിൻറ്റെയിൻ അറ്റ് ദി കോമൺ പോർട്ടൽ, അതായത് എല്ലാ രജിസ്റ്റേർഡ് പേഴ്സൺസിനും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജി എസ് ടിയുടെ കോമൺ പോർട്ടലിലാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇൻ ദി മാനർ എസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ഇൻ ദി ബിഹാഫ്, അതായത് ഈ ഫോം GST PMT 3 ഒരു പ്രത്യേക മാനറിൽ ഈ ഫോം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആ ഫോമിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ഓഫ് ഡെപ്പോസിറ്റർ, അതായത് എത്ര തുകയാണ് ഈ രജിസ്ട്രൻ്റ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ